2025 മെയ് മാസം 31 ശനിയാഴ്ച മലയാള മനോരമയിലെ കാഴ്ചപ്പാടെന്ന് പറയുന്ന പേജിൽ ഒരു തലക്കെട്ട്, വ്യാജൻ ട്രംപിന്റെ രൂപത്തിലും. ആ തലക്കെട്ട് വല്ലാണ്ടൊരു ആകർഷണീയമായി തോന്നി. അതൊന്ന് വായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കർണാടകയിലെ ഒരു അഭിഭാഷകനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഭിഭാഷകൻ, നിയമങ്ങൾ പഠിച്ചയാൾ, നിയമങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നയാൾ. നമ്മളൊക്കെ ഏതെങ്കിലും ചതിക്കുഴികളിലൊക്കെ വീഴുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് ഈ അഭിഭാഷകന്റെ മുൻപിലാണ്. അങ്ങനെ ഒരു അഭിഭാഷകൻ, വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ, അദ്ദേഹം യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ അദ്ദേഹത്തെ ആകർഷിച്ചു. ട്രംപ് സംസാരിക്കുകയാണ്. അദ്ദേഹം ആ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിച്ചു. ട്രംപിന്റെ സംഭാഷണം എങ്ങനെയാണ്: ഞങ്ങളെ രാജ്യം കേന്ദ്രീകരിച്ച് നിക്ഷേപക്കാരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൽ നിക്ഷേപിക്കാം. 100% വിശ്വാസ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ട്രംപ് പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൽ നിക്ഷേപിക്കാം. നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് നിക്ഷേപ തുക മാത്രമല്ല, നിങ്ങൾ നൽകുന്നതിന്റെ ഇരട്ടിയല്ല, ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി. ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ അഭിഭാഷകൻ ആദ്യം ഒരു ചെറിയ തുക നിക്ഷേപിച്ചു. ട്രംപ് പറഞ്ഞതുപോലെ തന്നെ കാശ് തിരിച്ചു കിട്ടി. കുറച്ചുകൂടെ വലുത് നിക്ഷേപിച്ചു. തവണകൾ ഇങ്ങനെ മാറി മാറി വന്നപ്പോൾ വിശ്വാസ്യത കൂടിയ ഈ അഭിഭാഷകൻ ലക്ഷങ്ങൾ ഈ സൈറ്റിലേക്ക് നിക്ഷേപിച്ചു. പിന്നത്തേതിൽ ആ ലിങ്ക് ഓപ്പൺ ആകുന്നില്ല. ഒരു ബന്ധങ്ങളും ഈ സൈറ്റിൽ അദ്ദേഹത്തിന് ലഭ്യമാകുന്നില്ല. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി: താൻ പറ്റിക്കപ്പെട്ടു. കേസ് കൊടുത്തു. അതിന്റെ അനന്തര ഫലമായിട്ടാണ് ഈ വാർത്ത ഈ മലയാള മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ വരുന്നത്. ട്രംപ് നേരിട്ട് സംസാരിച്ചതാണ്. ട്രംപ് പറയുന്നത് കണ്ട്, ട്രംപ് പറയുന്നത് കേട്ട ഈ മനുഷ്യൻ എവിടെയാണ് തെറ്റുപറ്റിയത്? പിന്നെയാണ് സൈബർ ലോകം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ആ വീഡിയോ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ഉപയോഗിച്ച് മേക്ക് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ട്രംപ് പോലും അറിഞ്ഞിട്ടില്ല. മനുഷ്യനിൽ വിശ്വാസ്യത ശക്തമായി രേഖപ്പെടുത്തിയിട്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ കോൺക്രീറ്റ് റിലേഷൻഷിപ്പ് ഉള്ളത്?